ഹലോ ഗൈസ്, എസ് കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളെന്ന് നടക്കാൻ പോകുന്ന ഒരു വറുത്തരച്ചൊരു ബീഫ് കറിയാണ്. അത് നടക്കുന്നത് അമ്മയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇന്ന് ഒരു ബീഫ് കറിയാണ് വെക്കുന്നത്. 1/2 കിലോ ബീഫ് മേടിച്ച് കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. അതിൽ ചേർക്കേണ്ട സാധനങ്ങളാണ് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, നാരങ്ങാനീര്, തേങ്ങാക്കൊത്ത്, മല്ലി, മുളക്, പിന്നെ തക്കാളി, തേങ്ങ ചിരണ്ടിയത്, പിന്നെ കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, ഇതൊക്കെ ചേർത്താണ് നമ്മൾ ഇന്നൊരു നാടൻ കറി വെക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ ഇന്ന് ഇത് പുരട്ടാനുള്ള സാധനങ്ങളാണ് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി. ഇതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങാനീര് കൂടെ ഒഴിച്ചാണ് നമ്മൾ പുരട്ടുന്നത്. അതിൻ്റെ ശേഷം ഉപ്പ് ചേർത്താണ് പുരട്ടി വെച്ച് കുക്കറിൽ വേവിക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരെ ഇതിലിരിക്കണം. എന്നിട്ട് വേണം നമ്മൾക്ക് ഇത് കുക്കറിൽ വെച്ച് വേവിക്കാൻ. ഇതിങ്ങനെ നമ്മൾ മൂടി വെക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം. നമ്മളിത് തേങ്ങ വറുക്കാൻ പോവുകയാണ്. എളുപ്പം മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിയും മുളകും കൂടെ നമുക്ക് വറുക്കണം. എന്നാലേ മൂത്ത് കിട്ടുള്ളൂ. ഇപ്പം തന്നെ ഇടാം. നമുക്ക് ചേർക്കാം. ഇത് വറുത്തത് മിക്സിയിൽ അരക്കാം കേട്ടോ. ഇറച്ചത് നമുക്ക് കുക്കറിൻ്റെ അകത്തോട്ട് വെച്ച് നമുക്ക് കൂട്ടി വെച്ച് വേവിക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കണം. നമുക്കിത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഇത് അറിയാക്കുന്നത് കൊണ്ടാണ് നമുക്കിത് ഇത് കൂട്ടി വെച്ച് ഉപ്പൊക്കെ ചേർക്കുകയാണ്. ഞങ്ങൾക്ക് അടുപ്പത്ത് വെക്കാം. ഒരു 6 കഷ്ണം വെളുത്തുള്ളി, 3-4 കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് കല്ലിൽ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. നമ്മളിത് ഈ തേങ്ങയും തീരയും മല്ലി മുളകും എല്ലാം കൂടെ വറുത്തത് നമ്മൾ മിക്സിയിലാണ് പൊടിക്കണത്. മിക്സിയിൽ അരച്ച് നമുക്കിത് ഈ കറിയാക്കാം. മല്ലി മുളക് തീര എല്ലാം കൂടെ വറുത്തത് നമ്മളിത് മിക്സിയിൽ അരച്ച അരപ്പാണിതേ ഇരിക്കുന്നത്. നമ്മളിത് ഇത് വാട്ടാൻ പോവുകയാണ്. ഇതെല്ലാം നമ്മളിത് കടുക് ഇടുകയാണ്. നമ്മളിത് സവാള മൂപ്പിക്കണം. പച്ചമുളക് ഉണ്ട് അതിൽ. നമ്മളിത് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിൽ ഇടണം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കിയത് നമ്മളിതിൽ ചേർക്കുന്നു.
5 മിനിറ്റ് നേരത്തൊക്കെ മൂടി വെക്കണം. എന്നിട്ട് വേണം നമുക്കിനി വറുത്തരച്ചത് ഇതിലേക്ക് ഒഴിക്കാം. ഇത് 5 മിനിറ്റ് നേരം മൂടി ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. നമ്മളിത് ഇതെടുത്ത് മാറ്റി ഇത് ഇതിലേക്ക് അരപ്പ് ചേർക്കണം. ഈ മിക്സിയിലരച്ച് അരപ്പ് ചേർക്കാം. ഈ ഗ്രേവി ഇണക്കിലേക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ചേർക്കണം. നമ്മൾ വെച്ചിരുന്ന ഇറച്ചി വെന്തിട്ടുണ്ട്. അത് നമുക്കിനി ഈ ഗ്രേവിയിലോട്ട് ചേർക്കാം. കുക്കറിൽ നിന്ന് മാറ്റി നമുക്ക് ഗ്രേവി ഇതിലോട്ട് ചേർക്കാം. നോക്കണത് ഇങ്ങനെയുണ്ട്, കണ്ട വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ഗ്രേവിയിലോട്ട് ചേർക്കാം. നമ്മളിത് ഗ്രേവിയിലേക്ക് വേവിച്ച് ഇറച്ചി ചേർക്കുകയാണ്. ഇത് ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ പറ്റിക്കണം. എന്നാലേ അരപ്പ് എല്ലായിടത്തും ചെന്ന് കറിയാവുള്ളൂ. ഏകദേശം ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കണം. ലേശം ഉപ്പ് പോരാ. കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. നമുക്ക് പാത്രത്തിൽ എടുക്കാം. ഞങ്ങളിന്ന് ഒരു ബീഫ് കറിയാണ് ഇണക്കിയത്. അത് അവസാനം വരെയും കണ്ടതിന് നന്ദി. ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.